ഹോം ടു ഹോമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടിൻ്റെ ഡിസൈനിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് സ്റ്റെയർ കേസ് എന്നുള്ളത്. താഴത്തെ നിലയിനെയും മുകളിലത്തെ നിലയിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സ്റ്റെയർ കേസാണ്. അപ്പോൾ ഈ സ്റ്റെയർ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഫാബ്രിക്കേഷനിൽ ചെയ്യാം, കോൺക്രീറ്റിൽ ചെയ്യാം. ഈ കോൺക്രീറ്റിൽ ചെയ്യുമ്പോൾ ഏറ്റവും രസകരമായിട്ടും ഏറ്റവും ഒരു എലഗൻറ്റ് ഫോർമാറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ എലമെൻ്റാണ് ഫോൾഡിംഗ് ടൈപ്പ് സ്റ്റെയർ എന്നുള്ളത്. ഈ ഫോൾഡിംഗ് സ്റ്റെയർ കേസ് നമ്മൾ കോൺക്രീറ്റിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് അതിൻ്റെ ഡയമെൻഷൻ തന്നെയാണ്. സ്റ്റെയർ കേസിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 90 സെൻറ്റിമീറ്ററിനും 1 മീറ്ററിനും ഇടയ്ക്കാണെങ്കിൽ വളരെ നന്നായിരിക്കും. 1 മീറ്റർ കൊടുക്കാൻ നമുക്ക് സ്പേസ് ഉണ്ട് എങ്കിൽ അതായിരിക്കും ഏറ്റവും നന്നായിരിക്കുക. അതിൻ്റെ റൈസ് എന്ന് പറയുന്നത് മിനിമം 15 സെൻറ്റിമീറ്ററും മാക്സിമം 17 സെൻറ്റിമീറ്ററിനും ഇടയ്ക്ക് ലിമിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ തന്നെ കിട്ടുന്നതാണ്. ട്രെഡ്, അതായത് കാല് ചവിട്ടുന്ന സ്ഥലത്ത് നമ്മൾ എപ്പോഴും ഒരു 30 സെൻറ്റിമീറ്ററാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത്. അതൊരു 27 സെൻറ്റിമീറ്റർ വരെ ചില റെസ്ട്രിക്റ്റഡ് കേസസുകളിൽ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. അതിനും താഴേക്ക് പോകുന്നത് ഒരു അഭികാമ്യമായിരിക്കില്ല. ഈ സ്റ്റെയർ കേസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ തിക്നെസ് ആണ്. ഇതിൻ്റെ സൈഡിലെ തിക്നെസ് എത്രമാത്രം കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആ സ്റ്റെയർ കേസ് ഭംഗിയുള്ളതായിരിക്കും. ഈ സൈഡിൻ്റെ ഡയമെൻഷൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ ഭംഗിയിൽ ഇത്തിരി വ്യത്യാസം വരുന്നതായിട്ട് കാണാറുണ്ട്. ഇത് കോൺക്രീറ്റിൽ ചെയ്യുമ്പോൾ ഇത്തിരി ശ്രദ്ധയും സൂക്ഷ്മതയും കൊടുത്ത് ചെയ്യേണ്ടുന്ന ഒരു എലമെൻ്റാണിത്. കാരണം ഈ സ്റ്റെയർ കേസിൻ്റെ താഴെ ഒരു സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ലാൻഡിങ്ങിനും പിന്നെ അതിനുശേഷം ഫസ്റ്റ് ലാൻഡിങ്ങിൽ ഒരു സപ്പോർട്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് സ്ലാബിൻ്റെ ടോപ്പിലുമാണ്. അപ്പോൾ ഈ സ്റ്റെപ്പുകളെല്ലാം തമ്മിൽ ഒന്നിനോടൊന്ന് കൊരുത്ത് നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഫോർമാറ്റ് വരുന്നത്. വേറെ എങ്ങും സൈഡിൽ ഭിത്തിയിലോ വേറെ ഒന്നും തന്നെ ഇതിനൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് 2 സ്റ്റിറപ്സ് ഇതേപോലെ ഒരു സ്റ്റിറപ്പിനകത്ത് മറ്റൊരു സ്റ്റിറപ്പ് 4 റീഇൻഫോഴ്സ്മെൻറ്റ് കൃത്യമായിട്ട് ഇതേപോലെ പ്ലേസ് ചെയ്ത് കൊടുത്ത് അതിനെ കൊരുത്തെടുത്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റിറപ്സ് ചെയ്യുമ്പോൾ വളരെ തിക്നെസ് കുറഞ്ഞ രീതിയിൽ ആ സ്റ്റിറപ്സ് നമ്മൾ മേക്ക് ചെയ്തിട്ട് ഒന്നിനോടൊന്ന് കണക്ട് ചെയ്തിട്ട് വേണം അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ തിക്നെസ് വളരെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ അതിനകത്ത് ലൈറ്റിങ്ങിൻ്റെ എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ പൈപ്പ് നമ്മൾ കോൺഡ്യൂട്ടുകൾ നേരത്തെ തന്നെ ഇട്ട് വയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ 100% ഗുണകരമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.